ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു കഥയാണടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണടോ. പറയുമ്പോൾ നല്ല മഴയെന്നേ നമ്മൾ പറയാറുള്ളൂ, ഒരിക്കലും ചീത്ത മഴയെന്ന് പറയാറില്ലല്ലേ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നണത് ഒരു ചീഞ്ഞ മഴയെന്ന് പറയാനാണ് കേട്ടോ. പൊന്നിന് നല്ല സുഖമില്ലാത്തത് കാരണം അവളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളേ. അപ്പോൾ പകൽ എനിക്കിപ്പം എൻ്റെ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട് മിസ്സാവണേണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഴയൊന്നും വകവയ്ക്കാതെ കുടയും പിടിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഒന്ന് തൊട്ടും തലോടിയും പിടിച്ചും ഒക്കെ എൻ്റെ ഒരു കൊതി തീർക്കാൻ വേണ്ടിയിട്ട്. ചില ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കമത്തി കളഞ്ഞ്. ചില ക്രീപ്പിംഗ് പ്ലാന്റ് മതിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊക്കെ കൊയർ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അതൊക്കെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് കൂടി വെള്ളം പരന്നൊഴുകിക്കൊണ്ടിരിക്കുന്നതന്നെ. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ചെടി വയ്ക്കുകയും പൊക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും വെള്ളത്തിന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടാണോ എന്തോ വടക്ക് വശത്ത് പോയിട്ട് വെള്ളം കെട്ടിക്കിടക്കലാണ്. എന്നാൽ പിന്നെ അതിനൊരു ചാല് കീറി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുഞ്ഞു മൺവെട്ടി എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഈ വക പരിപാടികൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പരന്നൊഴുകണ വെള്ളത്തിന് നമ്മൾ ചാല് കീറി കൊടുത്ത് ഒരു സൈഡിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ ആ കീറി കൊടുക്കണ ആ വഴി കൂടി തന്നെ അത് ഒഴുകണ കാണുമ്പോൾ എന്തായിട്ട് പുഴ വെട്ടിയ സന്തോഷമാണ്. അപ്പം നല്ല ഒച്ചായിട്ട് വരാന്തയിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ആളാണ് ഞാൻ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ പുറകെ വന്ന് ഞാൻ എന്താ ചെയ്യണേന്ന് കണ്ടുകൊണ്ടിരിക്കണേ കേട്ടോ. എൻ്റെ പണി വെള്ളത്തിലായത് കാരണം വലിയ മൈൻഡില്ലാതെ ഇച്ചിരി നീങ്ങിയാണ് കേട്ടോ ഇരുന്നിരുന്നത്. പൊന്നൂൻ്റെ യൂണിഫോമും ടിഫിൻ്റെ നാപ്കിനൊക്കെ ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ടതാണേ. ഇപ്പോഴും അതുപോലെ തന്നെ കിടപ്പുണ്ട്. വെള്ളം തോർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒരു വലിച്ചിലൊന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ചാലുകീറൽ പരിപാടി കഴിഞ്ഞ് വെള്ളം നല്ല അസലായിട്ട് ആ കീറിയ ഭാഗത്തു കൂടി തന്നെ ഒഴുകുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് പരന്നൊഴുകുന്നില്ല. പിന്നെ ഞാനിവിടെ നിന്ന് കാല് കഴിയപ്പോഴേക്കും കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെയും നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അരയിലേക്ക് ചീഞ്ഞു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചൊന്ന് തോരുമ്പോഴേക്കും ഞാൻ വന്നെല്ലാം കമത്തിക്കളയും കേട്ടോ. നമ്മുടെ യൂഫോർബിയ മഴ പെയ്തിട്ടാണോ എന്തോ പൂക്കൾ കുറച്ച് കളറ് കുറഞ്ഞ് ഗ്രീൻ കളറ് കയറിയാണ് കേട്ടോ നിൽക്കണത്. ഈ സാനഡു ഞാൻ ഒരു തവണ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒറ്റ ചെടിയായിരുന്നേ. ഇപ്പം അതിൻ്റെ മുകളിൽ നിന്ന് വേറൊരു തൈ വരുന്നത് പോലെയാണ് ഇപ്പം 2 കൂമ്പാ വന്നേക്കണത്. ഒരിക്കൽ സ്പ്ലിറ്റ് ചെയ്ത് കാരണം ഇനിയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് കിട്ടുമോ പോകുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ഇനിയിപ്പം ഈ തൈ പോലെ മുകളിലിരിക്കണതൊന്ന് മുറിച്ച് നട്ട് നോക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.